നമ്മുടെ ശരീരം കൊണ്ട് തന്നെ വേദന നിയന്ത്രിക്കും. രാസവസ്തുക്കളോ മരുന്നുകളോ ഉപയോഗിക്കാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന നിയന്ത്രിക്കുകയും അത് ശമനം നൽകുകയും ചെയ്യുന്ന രീതി. വേദന അനുഭവപ്പെടും താൽക്കാലിക ആശ്വാസത്തിനായി പെയിൻ കില്ലർ കഴിക്കാറുണ്ട് അല്ലെ. എന്നാൽ ഇവയ്ക്കുള്ള ദീർഘകാലത്തെ ഉപയോഗം ആരോഗ്യത്തിന് ദോഷകരമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പ്രകൃതിദത്തമായ 5 മാർഗങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേദനയെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും. ഒന്നാമത്തത് അക്യുപങ്ക്ചർ. അക്യുപങ്ക്ചർ എന്നത് ശരീരത്തിലെ പ്രത്യേക പോയിന്റുകളിൽ നീഡിൽ ചെയ്ത് വേദന കുറക്കാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതി. ഇത് നാഡീപ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് പറയാനുള്ളത് അക്യുപ്രഷർ. നമുക്ക് എന്താണോ ബുദ്ധിമുട്ട് അതിനെ കുറിച്ച് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത് കപ്പിംഗ് തെറാപ്പി. ഇന്ന് പലരും നല്ല രീതിയിൽ അറിയാം കപ്പിംഗ് തെറാപ്പി എന്താണെന്ന്. ഇപ്പൊ കേരളത്തിലൊക്കെ പ്രശസ്തയായിക്കൊണ്ടിരിക്കുന്നതാണ് വെഡ് കപ്പിംഗ് അഥവാ ഹിജാമ. ഒരു ഇസ്ലാമിക രീതിയായിട്ടാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നുള്ളത്. എന്നാൽ അക്യുപങ്ക്ചറിൽ കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്നുള്ളത് പലതരം കപ്പിംഗ് തെറാപ്പീസ് ഉണ്ട്. ഡ്രൈ കപ്പിംഗ്, വെറ്റ് കപ്പിംഗ്, ഹോൺ കപ്പിംഗ്, അതേപോലെ ബാംബു കപ്പിംഗ്, ഫ്ലാഷ് കപ്പിംഗ്, ഹെർബൽ കപ്പിംഗ്, അങ്ങനെ പലതരം കപ്പിംഗ് തെറാപ്പീസ് ഉണ്ട്. അതിൽ വെറ്റ് കപ്പിംഗ് ആണ് ഹിജാമ എന്ന് പറയുന്നുള്ളത്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുകയും ശരീരത്തിലെ വിഷവസ്തുക്കളെ കപ്പ് വാക്കം ചെയ്ത് വേസ്റ്റ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന കഫക്കെട്ടൊക്കെ, അലർജീസ്, എപ്പോഴും ഉള്ള പനി, ഇതൊക്കെ നമ്മൾക്ക് ഈ ഒരു ഡ്രൈ കപ്പിങ്ങിലൂടെ നിയന്ത്രിക്കാൻ പറ്റും. നാലാമതായിട്ട് പറയാനുള്ളത് സുജോക്ക് തെറാപ്പി. സു എന്ന് പറഞ്ഞാൽ കൈ, ജോക്ക് എന്ന് പറഞ്ഞാൽ കാല്. കൈകളിലും കാലുകളിലുമായി ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൈകളിലും കാലുകളിലും പ്രത്യേകമായിട്ടുള്ള പോയിന്റുകളിൽ പ്രഷർ കൊടുത്തുകൊണ്ട് ശരീരത്തിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരം നൽകുന്നു. സുജോക്കിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നുള്ളത് എല്ലാ അവയവങ്ങളും കയ്യിലും കാലിലുമായി പ്രത്യേക പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകളിൽ വേണ്ട രീതിയിൽ മസാജ് ചെയ്യുകയോ അക്യുപ്രഷർ ചെയ്യുകയോ അക്യുപങ്ക്ചർ ചെയ്യുകയോ മാഗ്നറ്റിക് തെറാപ്പി ചെയ്യുകയോ ലീഫ് തെറാപ്പി ചെയ്യുകയോ, ലീഫ് തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇലകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് തുളസി ഇല, ഓല, അതേപോലെ പനിക്കൂർക്ക, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലീഫ് തെറാപ്പി ചെയ്യും പ്രത്യേക പോയിന്റുകളിൽ. അതേപോലെ ധാന്യങ്ങൾ, സീഡ് തെറാപ്പി, ഇതൊക്കെ ഉപയോഗിച്ച് ഉത്തേജിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിലെ അവയവങ്ങൾക്ക് രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും അതുവഴി രോഗശമനം നേടുകയും ചെയ്യും. അഞ്ചാമതായിട്ട് ഡയറ്റ് തെറാപ്പി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ഇന്ന് ഭക്ഷണം ഒരു ട്രെൻഡിങ് ആയിട്ട് വിഷാംശം അടങ്ങിയ ഭക്ഷണങ്ങളാണ് ദിനചര്യയെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല പ്രകൃതിദത്തമായ ആന്റി ഇൻഫ്ലമറ്ററി ആഹാരം കഴിച്ചുകൊണ്ടും നമുക്കുണ്ടാകുന്ന വേദനകളെ ശമിപ്പിക്കാൻ പറ്റും. ഈ മാർഗങ്ങളൊക്കെ മരുന്നില്ലാതെ തന്നെ ശരീരത്തെ സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും വേദന കുറക്കുകയും ചെയ്യുന്നു. വേദനയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. ചികിത്സയുമായി ബന്ധപ്പെട്ട് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഞാൻ അക്യുപങ്ക്ചറിസ്റ്റ് സഫ്ര. ഡു സബ്സ്ക്രൈബ് മോർ വീഡിയോസ്.